ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും തന്നെ നല്ല പൊടി പൊടിയായിട്ട് നൈസായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് സവോള, കറിവേപ്പില, പച്ചമുളക് ഇത്രയും കൂടി ചേർത്ത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനും എരിവിനും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർക്കുന്ന എല്ലാ മസാലകളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ടേസ്റ്റ് അല്ലെങ്കിൽ എരിവ് ഇതിനൊക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാവുമ്പോൾ ഒരുപാട് എരിവൊന്നും അത്ര ഇഷ്ടമുണ്ടാവില്ലല്ലോ. പക്ഷേ ഇത് കുറച്ചൊരു എരിവിൽ പച്ചമുളകൊക്കെ ചേർത്ത് ചെയ്യുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പീസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് ബ്രെഡിൻ്റെ സ്ലൈസ് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ബ്രെഡിൻ്റെ സൈഡിലുള്ള ബ്രൗൺ ആ പോർഷനൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും ഇത് ഫ്രൈ ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിരിക്കും. അതായത് ഒരു മീഡിയം സൈസിലുള്ള 2 പൊട്ടറ്റോയ്ക്ക് 3 പീസ് ബ്രെഡ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലയുടെ പൗഡർ, ഒരല്പം ചിക്കൻ മസാല കൂടി ചേർത്തിട്ടുണ്ട്, കുറച്ച് പെപ്പർ പൗഡർ. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാള കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് റോളാക്കി എടുക്കുന്ന സമയത്ത് അതിങ്ങനെ പുറത്തേക്കൊക്കെ ചാടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർക്കരുത്. ഈ ഒരു നനവിൽ തന്നെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതൊരു കറക്റ്റ് മെഷർമെൻറ്റാണ്. എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. മസാലക്കൂട്ടുകളെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് റെഡിയാക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ചെയ്യാം. പിന്നെ നമ്മളിങ്ങനെ ഷേപ്പിൽ ചെയ്യുന്ന മോൾഡൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് മോൾഡ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിലാണെങ്കിലും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് റോളാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മെഷർമെൻറ്റിൽ നിന്ന് ഒരു 10 ബോൾ വരെ നമുക്ക് കിട്ടും. 10 സ്നാക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് ഓയിൽ ചൂടാക്കാൻ വെക്കുക. അതുപോലെ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബ്രെഡ് ക്രംസിലൊക്കെ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ഇതുപോലെ ഫ്രഷ് ആയിട്ട് ബ്രെഡ് പൊടിച്ചെടുത്ത് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടായ ഓയിലിലേക്ക് നമ്മൾ ഇതേപോലെ ഈ ബോൾസ് എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ബ്രെഡ് ക്രംസ് ഒന്ന് ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ പൊടി മുഴുവനും ഓയിലിലേക്ക് ആയിപ്പോവും. ഇതുപോലെ നമ്മൾ അങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ പ്രസ്സായി കിട്ടും. എന്നിട്ട് ഒന്ന് ഇങ്ങനെ ഉണ്ട കൊടുത്തിട്ട് അങ്ങനെ അവിടെ കാണിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും ഇത്തിരി വെളിച്ചെണ്ണയും കൂടിയാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ പതഞ്ഞ് വന്നത്. അത് കുഴപ്പമില്ല, അത് റെഡിയായി വരുന്ന ടൈമിൽ ഇതിൻ്റെ പതയൊക്കെ ഒന്ന് അടങ്ങിക്കിട്ടും. പിന്നെ ഏത് സ്നാക്ക് ഫ്രൈ ചെയ്യുമ്പോഴും ഓയിലിലേക്ക് ഇട്ട് ഉടനെ തന്നെ തിരിച്ചു മറിച്ചിടരുത്, പൊടിഞ്ഞു പോകും. ഇത് പ്രത്യേകിച്ചും ബ്രെഡും പൊട്ടറ്റോ ഒക്കെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്, ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് റെഡി ആയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഇത് ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതിന് കുക്കിംഗ് ടൈം ആവശ്യമുള്ള ഒരു സാധനവും ഇതിൽ നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. പൊട്ടറ്റോ ബോയിൽഡാണ്, പിന്നെ ബ്രെഡല്ലേ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ റെഡിയാക്കി എടുക്കുക. ഇതുപോലെ ഫസ്റ്റ് ലോട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രിസ്പിയാണ്. ഇനി ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുക. നമ്മളിതുപോലെ ബ്രെഡ് ക്രംസിലേക്ക് ഈ റോൾസ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് അങ്ങോട്ട് ചെയ്യുമ്പോഴേക്കും
ഇതെല്ലാം റോളായി കിട്ടും. പിന്നീട് നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുകയാണെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരു ഓയിലും കൂടി നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ലാസ്റ്റിലോട്ടും റെഡിയാക്കി. അപ്പോൾ എളുപ്പമല്ലേ, ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചൂടോടുകൂടി കെച്ചപ്പ്, ടൊമാറ്റോ അതല്ലെങ്കിൽ ഗ്രീൻ ചട്നിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ. ചിക്കൻ മസാലയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാകും. നല്ല ചൂടാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട്. താങ്ക്